ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു സിമ്പിൾ വർക്കിംഗ് ഡേ റുട്ടീനാണ്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ കോളേജിലേക്ക് പോകാൻ റെഡിയായി. ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഷോപ്പുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പോയി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾക്ക് ബസ് വരാനായിട്ട് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ജസ്റ്റ് തൊട്ട് ഒരു 5-10 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അപ്പോൾ തന്നെ എത്തിയിരിക്കും, കോളേജിലെത്തി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊരു കുഞ്ഞ് പ്ലാന്റിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റ് തന്നതുണ്ട്. അപ്പോൾ അതിനൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഡിസംബറൊക്കെ ആയപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഗാർഡനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ഒരുപാട് ബൊഗെയിൻവില്ലയുടെ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബൊഗെയിൻവില്ലയാണ് നമുക്കിവിടെ ഉള്ളത്. യൂഷ്വലി നമ്മൾ കാണുന്നതിനേക്കാൾ പേസ്റ്റൽ കളേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നല്ല രസമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. കുറച്ച് സമയം അവിടെ ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ തന്നെ ഭയങ്കര റിഫ്രഷിങ് ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം ഗാർഡനിലൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ ക്ലാസ്സിലേക്ക് പോയി. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈവനിങ് ആയിട്ടോ. ഈവനിങ് എൻ്റെ ഫ്രണ്ട് അവളൊരു മെഡിക്കൽ ക്യാമ്പിന് പോയേക്കായിരുന്നു. ക്യാമ്പിനൊക്കെ പോയി ആൾ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്നാൽ നോൺ വെജ് കഴിക്കാനൊരാഗ്രഹം. എന്നാൽ പിന്നെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു സാറ് ഞങ്ങൾക്ക് ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിൻ്റെ കൂടെ കാറിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ നമുക്കിവിടെ ഫുള്ള് ഒരുപാട് കൃഷിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഷുഗർ കെയിനാണ് കൂടുതലും. ഷുഗർ കെയിനൊക്കെയാണ് നമ്മൾ കൂടുതലിവിടെ കണ്ടിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ കുറേ ആടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിലെത്തി. ഇവിടെ ഞങ്ങളെപ്പോൾ പോകുമ്പോഴും കഴിക്കുന്നത് എന്തെങ്കിലും ഫ്രൈഡ് റൈസോ നൂഡിൽസ് ചില്ലി ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇങ്ങനെ അൽഫാമ് ഷവായി ഷവർമ അതൊന്നും ഇവിടെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് എപ്പോഴും കഴിക്കുക. അങ്ങനെ ഒരുപാട് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കും. പിന്നെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ലുലു മാളാണ്. ആകെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇവിടെ ഉള്ള സ്ഥലം ഇതാണ്. ഹസാരെ ബസാർ എന്ന് പറയും. ഇവിടെ പോകാൻ കുറച്ച് ഇങ്ങനത്തെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലെന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ വാങ്ങുക. പിന്നെ കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഷോപ്പിംഗ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക. പിന്നെ കുറേ സമയം പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലെങ്കിലും എല്ലാം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി കുറച്ച് സമയം അവിടെ കളയും കേട്ടോ. പിന്നെ ഞങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ ഈ ടോയ്സിൻ്റെയാണ്. കുറേ സമയം നമ്മൾ ടോയ്സൊക്കെ നോക്കി നിൽക്കും. അങ്ങനെ എപ്പോഴൊന്നും വാങ്ങാറൊന്നുമില്ല, എന്നാലും കുറേ സമയം അതൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കുറേ നേരം അതൊക്കെ നോക്കും, പിന്നെ അതൊക്കെ തിരിച്ച് വെക്കും കേട്ടോ. പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല, കുറച്ച് സമയം അതൊക്കെ നോക്കി അവിടെ നിൽക്കും. പിന്നെ ഈ സെക്ഷൻ ഫുൾ ഇങ്ങനെ കുറേ പ്ലാന്റ്സും ടോയ്സും പിന്നെ കുറേ ഷോപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്, കാണാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോ കിട്ടും. ഓട്ടോയിൽ കയറി ഞങ്ങളങ്ങനെ റൂമിലെത്തി. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങണം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ.